ഹലോ ഗൈസ്, കോബ്ര ലൈൻ ചാനലിലേക്ക് സ്വാഗതം. ഗൈസ്, അപ്പോൾ ഇന്നൊരു വ്യത്യസ്തമായ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം നേരെ വളവള നിലയ്ക്കുന്നില്ല, നേരെ സൈറ്റിലോട്ട്. ബാക്കി വിശേഷങ്ങൾ അവിടെ പോയിട്ട്. കമോൺ ഗൈസ്, അപ്പോൾ നമ്മളിന്ന് ഉദ്ദേശിക്കുന്നത് വാട്ടർ ലെമൺ അല്ല തണ്ണിമത്തം കൊണ്ടുള്ള ഒരു വീഡിയോ ആണ്. വാട്ടർ മെലൺ അല്ല തണ്ണിമത്തം, രണ്ടും ഒന്ന് തന്നെ. അപ്പൊ അത് വെച്ചുള്ള ഒരു ഡിഷാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ ഡിഷിന്റെ പേരെന്തായാലും ഇപ്പൊ പറയൂല, അവസാനേ പറയുള്ളൂ. അപ്പൊ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് കിടക്കാം. ഗൈസ്, അപ്പോൾ നമുക്ക് ഈ മത്തന് നമുക്കിവിടെ ഏകദേശം ഒരു പകുതി സൈസിന്റെ മേലോട്ട് വെച്ച് എന്തായാലും കട്ട് ചെയ്തെടുക്കണം. കണ്ടിട്ട് സഹിക്കാൻ പറ്റില്ല. നല്ല മധുരവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചൂട് സമയത്ത് എന്തായാലും സൂപ്പറാണ് കഴിക്കുന്നത്. ഗൈസ്, അപ്പൊ നമ്മള് ഇതാക്കണ്ട മത്തന്റെ അകത്തുള്ള നമ്മുടെ ഈ കഴിക്കുന്ന ഭാഗമെല്ലാം നല്ല രീതിയിൽ ഇതിനെ ചുരണ്ടി എടുത്ത് ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇനി ഇവനെ കൊണ്ട് ഫ്രീസറിലാക്കാം, എന്നിട്ട് അടുത്ത പരിപാടി. ഒരുപാട് വെള്ളമുണ്ട്, നല്ല മധുരമാണ്. ഈ ചൂട് സമയത്തൊക്കെ നല്ലൊരു ആശ്വാസമാണ് കേട്ടോ ഈ മത്തൻ. അപ്പൊ ഇവനെ കൊണ്ട് നമുക്ക് ആദ്യം ഫ്രീസറിൽ വെക്കാം. ഫ്രീസറിലല്ലേ ഫ്രിഡ്ജിനകത്ത് എവിടെയെങ്കിലും വെക്കാം. ലാസ്റ്റ് ഇവനെ കൊണ്ടൊരു ആവശ്യമുണ്ട് നമുക്ക്. ഗൈസ്, അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ മത്തൻ ഉണ്ടല്ലോ, മത്തൻ, ഈ തണ്ണിമത്തൻ, വാട്ടർ മെലൺ. അപ്പൊ ഇതിനകത്തുള്ള സാധനമെല്ലാം നമ്മൾ നല്ല രീതിയിൽ അത് ചുരണ്ടി എടുത്തിട്ടുണ്ട്. അത് ലാസ്റ്റ് കാണിച്ചോളാം. അപ്പൊ ഇതിനകത്ത് ഇതിൽ വെച്ച് നമ്മളൊരു ഫിഷ് നമ്മളൊരു വെറൈറ്റി രീതിയിൽ കഴിക്കാനായിട്ട് പാകം ചെയ്തെടുക്കുന്ന ഒരു വീഡിയോ ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ തുടങ്ങാം നമുക്ക്. അപ്പൊ ഇതെല്ലാം ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ സംഭവം നമ്മൾ അതിനു വേണ്ടി എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ചൂര എടുത്തിട്ടുണ്ട്, പിന്നെ കൂരിവാള എടുത്തിട്ടുണ്ട്. കൂരിവാള അതെല്ലാം കട്ട് ചെയ്ത് എല്ലാം ഏകദേശം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് വേണ്ടി വാങ്ങിച്ച് വെച്ചിരിക്കുന്ന ഫിഷാണ്. ഏകദേശം നമ്മൾ ആഴ്ചയിൽ ഒരിക്കൽ ഫിഷ് വാങ്ങും. അപ്പൊ ഈ ഫിഷ് വാങ്ങിയെന്ന് പറഞ്ഞാൽ നമ്മൾ അന്ന് നമ്മളെ അടുത്തുള്ള ചന്തയില്ലേ, പുതിയ തുറ, അപ്പൊ അവിടെ പോയി വാങ്ങിയ ഫിഷാണ്. നമ്മൾ ആഴ്ചയിൽ ഒരിക്കൽ ഫിഷ് വാങ്ങത്തുള്ളൂ. ഫിഷ് വാങ്ങി കഴിഞ്ഞ് നമ്മൾ അതിനെ നല്ല രീതിയിൽ കട്ട് ചെയ്ത് അതിനെ കഴുകി വൃത്തിയാക്കി ഫ്രീസറിൽ വെച്ചിരിക്കും. അപ്പൊ നമ്മൾ ആവശ്യത്തിന് എടുക്കും, അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ വാങ്ങിച്ചു വെച്ചിരുന്നതിലുള്ള കുറച്ച് ഫിഷാണ് നമ്മളിപ്പോ ഇതിനു വേണ്ടി എടുത്തിട്ടുള്ളത്. പിന്നെ വേറൊരു കാര്യം, നമ്മുടെ അവിടുത്തെ ഈ ചന്തയിൽ പോയി നമ്മൾ മീൻ വാങ്ങിയ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യണം എന്നുള്ള ആഗ്രഹം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തണം. അപ്പൊ അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യും. ഗൈസ്, അപ്പോൾ നമ്മുടെ പ്രിപ്പറേഷൻ ആവശ്യമുള്ള സാധനങ്ങളാണ് ഇത്. സവാള എടുത്തിട്ടുണ്ട്, പിന്നെ മുളക് പൊടി, കറിവേപ്പില, പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്,
മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മുടെ പച്ചമുളക് നെടുകെ കീറിയെടുത്തത്, പിന്നെ പാകത്തിന് ഉപ്പ്. അപ്പൊ ഇത് ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ ഈ ഡിഷിന് വേണ്ടി ആവശ്യമുള്ള സാധനങ്ങൾ. ഇത് നമ്മളെല്ലാം ഇപ്പൊ ഏകദേശം മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു അരമണിക്കൂർ ഇത് വെച്ചിരിക്കണം നമ്മൾ ഇതിൽ പിടിക്കാനായിട്ട്. ഈ ഉപ്പും ഈ മുളക് പൊടിയും പിന്നെ ഈ മഞ്ഞപ്പൊടിയും എല്ലാം ഇതിൽ പിടിക്കാനായിട്ട് നമ്മൾ ഏകദേശം ഒരു അരമണിക്കൂർ ഇത് വെയിറ്റ് ചെയ്യണം. അപ്പൊ ഇത് നേരെ ഇത് പിന്നെ അടച്ച് അങ്ങോട്ട് മാറ്റി വെക്കാം നമുക്ക്. പിന്നെ വേറൊരു കാര്യം, ഇതെന്തായാലും വെക്കുമ്പോഴേ ഓവർ തീയൊന്നും നിങ്ങൾ കൊടുത്തു കളയല്ലേ. തീ കൂടിക്കഴിഞ്ഞാൽ ഇതെന്തായാലും അടിയിൽ പൊത്ത് ഈ സാധനം അങ്ങ് തീയിൽ പോവും. ലൈറ്റ് ആയിട്ടുള്ള തീ വേണം ഇടാ ഇതില്. അപ്പം മത്തനെ നേരെ അടുപ്പിലോട്ട് വെക്കുകയാണേ. ഏകദേശം നമ്മളിതെല്ലാം ഏകദേശം ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഒരു അരമണിക്കൂറായി. അപ്പൊ ഇതിന് നമ്മളെ ഫിഷ് ഇതിനകത്തോട്ട് നമുക്ക് ഇടാം. നമ്മളിതിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, കാരണം ഈ മത്തനിലെ ജലാംശം ഉണ്ട്. ഗൈസ്, അപ്പോ ഫിഷ് എല്ലാം ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒരു 10 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കണം. ഗൈസ്, അപ്പൊ നമ്മൾ വെച്ചിട്ട് ഏകദേശം ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. എന്താണ് അവസ്ഥ എന്നൊന്ന് തുറന്ന് നോക്കാം ഇതിന്റെ അകം. ഏകദേശം അങ്ങനെ ആയി വരെയാണ് സംഭവം. അപ്പൊ ഏകദേശം ഒന്നും ആയിട്ടില്ല. ഇനി ഒരു 10 മിനിറ്റ് കൂടെ ഇരിക്കേണ്ടി വരും. ഇത് സംഭവം വിജയിക്കോ ഫ്ലോപ്പ് ആവോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോ ഞാൻ ഇന്നാളൊരിക്കൽ ഇതുപോലെ ചെയ്ത്, പക്ഷെ അന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് നല്ല രീതിയിൽ കിട്ടി അത്. പക്ഷെ ഇപ്പൊ ഇത് ചൂട് കൊണ്ട് ഈ സാധനം പൊത്ത് അകത്തുനിന്ന് വെളിയിലോട്ട് പോകുമെന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും നമുക്ക് നോക്കാം ഇത് സക്സസ് ആവോ ഫ്ലോപ്പ് ആവോ എന്ന്. 10 മിനിറ്റ് കൂടെ കഴിഞ്ഞ് നോക്കാം. അപ്പൊ ഇതിനെ അടച്ചു വയ്ക്കാം നമുക്ക്. ഗൈസ്, അപ്പൊ നമ്മളിപ്പോ വെച്ചിട്ട് 15 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പൊ എന്താണെന്ന് നോക്കാം, ഇതിന്റെ അവസ്ഥ എന്താണെന്ന് നോക്കാം തുറന്ന്. സംഭവം പൊത്തകത്ത് തീയിൽ വീഴുവോ, അത് നമുക്ക് നല്ല രീതിയിൽ ഇത് പാകമായിട്ട് കിട്ടുമോ. എന്തായാലും ഇപ്പോഴത്തെ അവസ്ഥ നോക്കാം. സൂപ്പർ സൂപ്പർ. എന്തായാലും അത്യാവശ്യം അത് പാകമായി വരെയാണ് ഇപ്പോഴേ. അതിന് ആവശ്യമുള്ള വെള്ളം നമ്മുടെ മത്തൻ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി ഏകദേശം ഒരു 10 മിനിറ്റ് കൂടെ തന്നെ വേണമെന്ന് തോന്നുന്നു സംഭവം ഇതായി വരാനായിട്ട്. എന്തായാലും തുറന്നു വെക്കുന്നില്ല, അടച്ചു വെച്ചിട്ട് 10 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഗൈസ്, അപ്പൊ ഇത് ഏകദേശം ആയിട്ടുണ്ടേ. അപ്പൊ ഇതിനെ എടുക്കാൻ പോവാണ്. എന്തിനാണ് അവസ്ഥ നോക്കാം. സംഭവം സൂക്ഷിച്ചെടുത്തില്ലെങ്കിൽ നല്ല അടിഭാഗം വെന്ത് നല്ല പിതുങ്ങിയാണ് ഇരിക്കുന്നത്. അപ്പൊ സൂക്ഷിച്ചെടുത്തില്ലെങ്കിൽ സംഭവം പൊത്തങ്ങ് പോവാ അതിനകത്ത്. ഇനി വാ, ഇതിനെ കല്ലിനെ ഒന്ന് നീക്ക്, ഞാൻ ഒന്ന് പിടിക്കാം. അടിയിൽ പോവും, അല്ലെങ്കിൽ കല്ലിനെ ഒന്ന് നീക്ക് വലിച്ച്. മതി 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 മതിയേ. കണ്ടിട്ട് സഹിക്കാൻ പറ്റില്ല ഇതിന്റെ. എന്റെ മോനെ, ഒരു രക്ഷയില്ല. കണ്ട ഗൈസ്, വേറെ ഒന്നും പറ്റിയിട്ടില്ല. ചൂടാണ്, അതാണ് ഗൈസ്.
മീനൊക്കെ നല്ല സൂപ്പർ ആയിട്ട് വന്നിട്ടുണ്ട് ഗൈസ്. നോക്ക്, ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്. വേറെ ഒന്നുമല്ല, നമ്മൾ ആ തണ്ണിമത്തന്റെ ആ ഒരു മധുരവും അങ്ങനെ ഇങ്ങനെ ആയിട്ട് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. കൊള്ളാം അല്ലേ? ഒരു നമ്മളൊരു മധുരം അല്ലേ, ചെറിയൊരു മധുരം ഇല്ലേ, ഒരു പ്രത്യേക ഒരു വെറൈറ്റി ടേസ്റ്റ് അല്ലേ കപ്പയായിട്ട് കഴിക്കുമ്പോഴേ. നമ്മളെ കപ്പയും പിന്നെ നമ്മളെ വാട്ടർ മെലനില് പാകം ചെയ്തെടുത്ത ഫിഷും അതിന്റെ കൂടെ നമ്മളെ തണ്ണിമത്തൻ ജ്യൂസും. നല്ല എരിയുള്ള മുളക്. എന്തായാലും ഞാൻ നിന്നാണ് എത്രയും നല്ല ടേസ്റ്റ് ആയിട്ട് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ബാഗ് വന്ന്. നമ്മൾ പ്രതീക്ഷേനേക്കാളും നല്ല രീതിയിൽ കിട്ടിയല്ലേ? നമ്മളത് പൊത്ത് താഴെ വീഴും അങ്ങനെയെന്നല്ലേ വിചാരിച്ചല്ലേ? ആ ഒരു തണ്ണിമത്തത്തിനകത്തുള്ള ആ ഒരു മധുരത്തിന്റെ ടേസ്റ്റും നമ്മളെ എരിയും ആ ഒരു മുളകും, പിന്നെ ഉള്ളിയാണ് അതിന് വേറെ ടേസ്റ്റ് അല്ലേ, ഉള്ളി അതിൽ കിടക്കുന്നത്. അതിപ്പോ എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. നിങ്ങൾ ഒരു ദിവസം ഇതേപോലെ പാകം ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടാതിരിക്കൂല, അത്രയ്ക്ക് സൂപ്പറാണ്. മീനിന്റെ തല കാണിച്ചു തരാൻ വന്നിട്ടുണ്ടോ എന്ന് നോക്ക്. കണ്ടാ, തലയൊക്കെ എന്ന് പറഞ്ഞാൽ സൂപ്പർ ആയിട്ട് വന്നിട്ടുണ്ട്. ദേവത്തൊരു എന്തായാലും തല ഇങ്ങനെ പൊളിഞ്ഞു വരൂല. ദാ. ദാ. അപ്പൊ പൊളി സാധനം. വേറെ ഒന്നുമില്ല നമ്മളെന്ന് ഉദ്ദേശിച്ച വീഡിയോ. ഇതാണ് നമ്മളെന്ന് ഉദ്ദേശിച്ച വീഡിയോ. അപ്പൊ ആ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മളെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ പുതിയ വെറൈറ്റി വീഡിയോകളായിട്ട് ഉടനെ വീണ്ടും കാണാം. ബൈ.